ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ പുതിയത് ആരംഭിക്കുകയാണ്. അപ്പം എൻ്റെ വീട്ടിലുള്ള കുട്ടികളെല്ലാം എന്നെ വിളിക്കുന്നത് ചേച്ചിയമ്മ എന്നാണ്. അപ്പം ചേച്ചിയമ്മ വ്ളോഗ്സ് എന്നാണ് എൻ്റെ പേര്. അപ്പം എല്ലാവരും സഹകരിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ പിക്കിളാണ്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് പോകാം. അതിൽ 1 കിലോ ചെമ്മീൻ വൃത്തിയാക്കി ഇപ്പോൾ 600 ഗ്രാമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉലുവ, കടുക്, കായം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വിനീഗർ, ഓയിൽ. പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഈ ചെമ്മീൻ നമ്മൾ വറുക്കാൻ പോവുകയാണ്. കറികൾക്കൊക്കെ കറിവേപ്പില പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് വേപ്പിലയും. നമ്മളെ പിക്കിളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില എല്ലാം കൂടുതൽ ചേർത്താൽ ഈ പിക്കിളുകൾക്കൊക്കെ നല്ല രുചിയുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ അങ്ങനെ മൊരിഞ്ഞ് വന്നുണ്ട്. പക്ഷെ നന്നായിട്ട് മൊരിയണം. എന്നാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഈ പിക്കിളൊക്കെ ഇരിക്കണമെങ്കിൽ നന്നായിട്ട് മൊരിച്ച് കരിവരാതെ മൊരിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചെമ്മീൻ മൊരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ അടപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. ഓക്കെ, അതിനുശേഷം ഉലുവിട്ടു. ഇനി നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 കുടം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചമുളക് ഇട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വേഗം മുരിഞ്ഞ് കിട്ടും. നമ്മുടെ വേപ്പില കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവൊക്കെ കുറച്ച് കൂടുതലൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂട്ടിയ കുറച്ചൊക്കെ ഇടാം കേട്ടോ. ഒരു ഗ്ലാസ് വിനീഗർ എടുത്തിട്ടുണ്ട്. ഇനി 1
ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ചും കൂടി വേണം. ഉപ്പ് തീരെ ഇല്ല, ഞാൻ നോക്കിയായിരുന്നു. നോക്കി ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ചും കൂടി. ലാസ്റ്റായിട്ട് കായോട് നമ്മൾ ചേർത്തത്. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് മാറ്റാം. പിക്കിള് തയ്യാറായിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ചെമ്മീൻ പിക്കിള് തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.